ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാഡറ്റ് സൈക്കോളജിയിലെ ഒരു ടോപ്പിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ടാസ്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിലെന്തൊക്കെ വരും, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നോട്ട്സ് ഉണ്ട്, നമ്മൾ ടെലഗ്രാമിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒരാളാണ് ഡോബർട്ട് ജെ ഹാവിഗസ്. ഇദ്ദേഹമാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡെവലപ്മെൻറ്റൽ ടാസ്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുവാണെങ്കിൽ, നമുക്ക് ഓരോ ഏജിലും നമുക്ക് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് ഈ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇത്ര വയസ്സിൽ നമ്മൾ വായിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇത്ര വയസ്സിൽ നമ്മൾ നടക്കാൻ തുടങ്ങുന്നു, അതൊക്കെ ഒരു ടാസ്ക്കാണ്. അത് നമ്മൾ ഏജിനനുസരിച്ച് അച്ചീവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് റോബർട്ട് ജെ ഹാവിഗസ്റ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഓക്കെ, അദ്ദേഹം ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അറൗണ്ട് 1950s ഏകദേശം ഒരു 1950 അടുത്താണ് അദ്ദേഹം തൻ്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇദ്ദേഹം എന്താണ്, സിഗ്മണ്ട് ഫ്രോയിഡ്, ജീൻ പിയാഷെ, അതുപോലെ തന്നെ അവരുടെയൊക്കെ വർക്കിൽ നിന്നൊരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഇതൊക്കെ പുള്ളിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ്. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. കാരണം ഇതിനകത്ത് മുന്നോട്ട് നമ്മൾ വരുമ്പോൾ ഡെവലപ്മെൻറ്റ് ടാസ്കിലെ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതായത് പിയാഷെയുടെയൊക്കെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് ഹാവിഗസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്കിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ്, എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഈസ് എ ടാസ്ക് വിച്ച് ഈസ് ലേൺഡ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ആൻഡ് വിച്ച് മേക്സ് അച്ചീവ്മെൻറ്റ് ഓഫ് സക്സീഡിങ് ടാസ്ക് പോസിബിൾ. ഓക്കെ, അതായത് നമുക്ക് ലൈഫിൽ ഓരോ പോയിന്റിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെൻ ദ ടൈമിങ് ഈസ് റൈറ്റ്, അതായത് ഒരു കറക്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് ആ കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തിങ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതർവൈസ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വായിക്കാൻ പഠിക്കുന്നു. ഓക്കെ, വായിക്കാൻ പഠിക്കുന്ന വേണ്ട, നമ്മളിപ്പോൾ എന്താണ് ഒരു PG ലെവലിലുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു ഏജ് ഉണ്ടല്ലോ, PG നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഏജ്, ആ ഏജിൽ എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു LKGയിലോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നമ്മളത് എത്ര പഠിപ്പിച്ചാലും ആ കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഏജിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ലേണിംഗ് എന്ന ടാസ്ക്കാണ് ഉദ്ദേശിച്ചത്, ആ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മളൊരു ടീച്ചബിൾ മൊമെൻറ്റ് എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ അക്ഷരങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ വാക്കുകൾ പഠിക്കുന്നു, അത് അവരുടെ ഏജ് വെച്ച് അത് സ്യൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയ അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ പഠിക്കുന്നു, അതൊക്കെയാണ് അവരുടെ ഒരു ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു ടീച്ചബിൾ മൊമെൻറ്റ് എന്ന് നമുക്ക് പറയാം ഫോർ ദ കിഡ്സ്. ഓക്കെ, അതിൽ പറഞ്ഞ ഉദ്ദേശം എന്താണ്, ടൈം കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ ടൈമിലാണ് നമുക്ക് ആ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളിത് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മൾ സ്റ്റെപ്പ് നോക്കുന്നുണ്ട്. ഓക്കെ, ഹാവിഗസ് തിയറി ഡിഫൈൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ആൻഡ് ടാസ്ക് പെർട്ടൈനിങ് ടു ഈച്ച് സ്റ്റേജ്. അതായത് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഒരു 6 സ്റ്റേജസ് പറയുന്നുണ്ട്. ആ 6 സ്റ്റേജിലും നടക്കുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്കിൻ്റെ എക്സാമ്പിൾസ് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് പിയാഷെ, എറിക്സൺ, ഇതുമായിട്ടൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹാവിഗസ്റ്റിൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റേജസ് ആണ്. ഓക്കെ, ഇത് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഇത് യുണീക്കാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേജിലും നമുക്ക് കുറച്ച് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ടാസ്ക് ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു 7 ഫോട്ടോസ് ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏജ് വെച്ചിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഇതൊരു 7 സ്റ്റേജസ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഒരു 7 ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്കിൽ മെയിനായിട്ട് 6 സ്റ്റേജസേ ഉള്ളൂ. ഓക്കെ, അതാണ് ശ്രദ്ധിക്കുക.
ഫോട്ടോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതേ ഉള്ളൂ മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇൻഫാൻസി ആൻഡ് എയർലി ചൈൽഡ്ഹുഡ്, അതായത് 0 to 6 years, 6 വയസ്സ് വരെയുള്ള ടൈം. അപ്പോൾ ഈ ഫോട്ടോയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും ലിറ്റിൽ ബേബി ആയിട്ടുള്ള 0, പിന്നെ രണ്ടാമത്തെ ഫോട്ടോയും കൂടി, അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഇതിനകത്ത് വരുന്നത് ഇൻഫാൻസി ആൻഡ് എയർലി ചൈൽഡ്ഹുഡ്. ഓക്കെ, അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ്. അത് 0 മുതൽ 6 വയസ്സ് വരെയാണ്. അതിനുശേഷം ലേറ്റർ ചൈൽഡ്ഹുഡ്, മൂന്നാമത്തെ ഫോട്ടോ നോക്കുക. അതെന്താണ്, ഏജ് വരുന്ന 6 to 13 years ആണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. പിന്നെ അഡോളസൻസ്, നാലാമത്തെ പിക്ക്. ഓക്കെ, അത് എന്ന് പറയുന്നത് 13 to 18 വയസ്സ് വരെയാണ്. അതിനുശേഷം എയർലി അഡൽട്ട്ഹുഡ്. ഓക്കെ, അത് വരുന്നത് 19 to 30 years ആണ്. ഇനി അടുത്ത മിഡിൽ ഏജ്, സെക്കൻഡ് ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് 30 to 60 years ആൻഡ് ലേറ്റർ മെച്യൂരിറ്റി ലാസ്റ്റ്, അതായത് 6 years to over, അതായത് നമ്മുടെ ഡെത്ത് വരെ. ഇത്രയും സ്റ്റേജസ് ആണ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻഫാൻസി ആൻഡ് എയർലി ചൈൽഡ്ഹുഡ്, സെക്കൻഡ് ലേറ്റർ ചൈൽഡ്ഹുഡ്, തേർഡ് അഡോളസൻസ്, ഫോർത്ത് എയർലി അഡൽട്ട്ഹുഡ്, ഓക്കെ, ഫിഫ്ത്ത് മിഡിൽ ഏജ്, നെക്സ്റ്റ് ലേറ്റർ മെച്യൂരിറ്റി. ഇങ്ങനെയുള്ള 6 സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഓക്കെ, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഇദ്ദേഹം ഓരോ ടാസ്ക്, അതായത് ഓരോ ഏജിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും അദ്ദേഹം കുറച്ച് ടാസ്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടാസ്കുകൾ അല്ലെങ്കിൽ ആ കുറേ ആക്ടിവിറ്റീസ് അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ടാസ്കുകൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇൻഡിവിജ്വൽ അൺഹാപ്പി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സൊസൈറ്റീസിലും ഡിഫിക്കൽറ്റീസ്, നമുക്ക് സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ട് നോക്കിയാലും ഡിഫിക്കൽറ്റീസ് നമുക്ക് നേരിടേണ്ടി വരും. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് ആ സ്റ്റേജസ്. അതിനും ഓക്കെ, ഒരു പോയിന്റ് കൂടിയുണ്ട്. കാവിഗസ്റ്റ് ഓൾസോ ഡിഫൈൻഡ് എ ലിസ്റ്റ് വാട്ട് ഇൻഫ്ലുവൻസസ് ദ ടാസ്ക്, അതായത് നമ്മൾ ഈ 6 സ്റ്റേജസ് പറഞ്ഞു, അതിൽ വരുന്ന ടാസ്കുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വണ്ണാണ് സോഷ്യൽ ഇൻഫ്ലുവൻസസ്, പ്രഷേഴ്സ് ഓഫ് സൊസൈറ്റി, അതായത് സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിനെ. രണ്ടാമത്താണ് സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ്. സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൻ്റെ വാല്യൂസ്, അയാളുടെ മാനസികമായ കാര്യങ്ങൾ, അതൊക്കെയാണ് സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട്. പിന്നെ ബയോളജിക്കൽ ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട്. നമ്മളുടെ ഫിസിക്കൽ മെച്ചുറേഷൻ, എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം മെച്ചുവർ ആവുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഡെവലപ്മെൻറ്റൽ ടാസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ്, ബയോളജിക്കൽ ഇൻഫ്ലുവൻസ്. ഓക്കെ, സോഷ്യൽ ഇൻഫ്ലുവൻസ് സൊസൈറ്റി ബേസ് ചെയ്തിട്ട് വരും. സൈക്കോളജി ആകുമ്പോൾ ഓരോ പേഴ്സൻ്റെ സൈക്കോളജി വരും അതിനകത്ത്. തേർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് വരും. ഓക്കെ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളെ ടാസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അടുത്ത എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും. ഇപ്പം ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 6 ടാസ്ക് നമ്മളിപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ 6 സ്റ്റേജസ് പറഞ്ഞു, അതിൽ വന്നിട്ടുള്ള ടാസ്കുകൾ നമ്മളിപ്പോൾ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ ഓഫ് ദീസ് ടാസ്ക് ആർ സബ്ജക്റ്റ് ടു ചേഞ്ച് ഡ്യൂ ടു ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഇത് 3 ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സ്റ്റേജാണ് ഇൻഫാൻസി ആൻഡ് എയർലി ചൈൽഡ്ഹുഡ്, അതായത് 0 to 6 years. ഇതിൽ വരുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഏജിലാണ് ഒരു കുട്ടി ലേണിംഗ് ടു വാക്ക്, ടോക്ക്, ഓക്കെ, നടക്കാൻ തുടങ്ങുന്നത്, സംസാരിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്, ഒരു ചെറിയ കുട്ടികൾക്ക് ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അവരത് പഠിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ടൈം പീരീഡിലാണ്. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് വായിക്കാൻ തുടങ്ങുന്നുണ്ട് 0 to 6 years. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്കുകൾ ഒരു കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ കുട്ടിയും ഹാപ്പി ആയിരിക്കും, അതുപോലെ ഇത് കാണുന്ന സൊസൈറ്റിയും ഹാപ്പി ആയിരിക്കും. സൊസൈറ്റി നോക്കുമ്പോൾ ആ കുട്ടി ഈ ഏജിൽ നടക്കാൻ തുടങ്ങുന്നത് അതൊരു നോർമൽ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ കുട്ടി നടക്കുന്നു, വായിക്കുന്നു, ഓക്കെ, അതൊക്കെ ഒരു നോർമൽ കാര്യമായിട്ട് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യും. മീൻസ് അങ്ങനെയാണ് നമ്മൾ ആ ടാസ്കുകൾ, അതായത് ഈ ടാസ്കുകൾ ആ കുട്ടി അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഫാൻസി ആൻഡ് എയർലി ചൈൽഡ്ഹുഡിൽ ഇതിൽ കൂടുതലുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഒരു 4 എണ്ണം സെലക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഫാൻസി ആൻഡ് എയർലി ചൈൽഡ്ഹുഡിൽ വരുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ് ഈ 4 എണ്ണം, 4 കൂടുതലുണ്ട്.
ഓക്കെ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും എന്തൊക്കെ വരും എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ലേറ്റർ ചൈൽഡ്ഹുഡ്, അതായത് 6 to 12 years, 6 മുതൽ 12 വയസ്സ് വരെയാണ് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ വരുന്ന ഫിസിക്കൽ സ്കിൽസ് നമ്മൾ ലേൺ ചെയ്യാൻ തുടങ്ങും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓർഡിനറി ഗെയിംസ്, ഓക്കെ, ഗെയിംസൊക്കെ മനസ്സിലാക്കും. ഇപ്പം നമുക്കറിയാം ചെറിയ കുട്ടികൾ ചെറിയ ചെറിയ ഗെയിംസൊക്കെ കളിക്കും. അപ്പോൾ അതിനും എന്താണ് ഒരു സ്കില്ല് വേണം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേണിംഗ് ടു ഗെറ്റ് അലോങ് ആൻഡ് പ്ലേ വിത്ത്, ഓക്കെ, അതായത് സെയിം ഏജിലുള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്നു. ഓക്കെ, അതെന്താണ് ആ ഒരു മെച്യൂരിറ്റി വരുന്നത് 6 to 12 yearsലാണ്. പിന്നെ ഒരു പേഴ്സണൽ ഇൻഡിപെൻഡൻസ് കൂടി വരുന്നുണ്ട് ഈ ലേറ്റർ ചൈൽഡ്ഹുഡിൽ. ഇപ്പോൾ ലേറ്റർ ചൈൽഡ്ഹുഡിൽ വരുന്ന ഒരു മെയിനായിട്ടുള്ള 3 ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണിത്. ഇത് അച്ചീവ് ചെയ്യുമെന്നാണ് സ്റ്റുഡൻസും ഹാപ്പിയാണ്, ഓക്കെ, അല്ലെങ്കിൽ കുട്ടികളും ഹാപ്പിയാണ്. ഒരു സെൽഫ് ഹാപ്പിനെസ് നമുക്ക് കിട്ടും, അതായത് നമ്മൾ ഈ ഏജിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് അഡോളസൻസ്, അതായത് 13 to 18 years ഓൾഡിൽ വരുന്ന അഡോളസൻസ്. ആ ഒരു ഏജിൽ വരുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡി ചേഞ്ച് വരുന്ന ഈ ഒരു ടൈമിലാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയറിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഫാമിലി ലൈഫ്. അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നടക്കുന്നത് അഡോളസൻ ടൈം പീരീഡിലാണ്, 13 to 18 years. പിന്നെ നമ്മളുടെ കരിയറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു ഈ ഒരു ടൈമിലാണ്. പിന്നെ കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ബിൽഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബിഹേവിയർ, പിന്നെ നമ്മളുടേതായ ഒരു ഐഡിയോളജി ഡെവലപ്മെൻറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. അപ്പോൾ അഡോളസൻസ് ടൈമിൽ വരുന്ന കുറച്ച് ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ് ഇതൊക്കെ. ഓക്കെ, 13 to 18 years ഓൾഡിൽ. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഏർലി അഡൽട്ട്ഹുഡ്. ഓക്കെ, 19 to 30 years ഓൾഡിലാണ് ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ നമുക്ക് നോക്കാം. ഫൈൻഡിങ് എ പാർട്ട്ണർ ആൻഡ് ലേണിംഗ് ടു, ഓക്കെ, ഫൈൻഡിങ് എ പാർട്ട്ണർ, അത് ആണ് ഏർലി അഡൽട്ട്ഹുഡിൽ വരുന്നത്. ഒരു പാർട്ട്ണറെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അച്ചീവിങ് എ പ്രിഫേർഡ് മസ്കുലിൻ ഓർ ഫെമിനിൻ സോഷ്യൽ റോൾ, അതായത് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് സമൂഹത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് അത് അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു ടൈം പീരീഡാണിത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് എ ഹോം ആൻഡ് സ്റ്റാർട്ടിങ് എ ഫാമിലി, ഏകദേശം ഹോം അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണിത്. പിന്നെ ബിഗിനിങ് ഓഫ് എ കരിയർ, നമ്മളുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സ്പെഷ്യലായിട്ട് ഒരു കരിയറിലേക്ക് നമ്മൾ വരുന്ന ഒരു ടൈം കൂടിയാണ് ഏർലി അഡൽട്ട്ഹുഡ്. അപ്പോൾ അതിൽ വരുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്കുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു കരിയറിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയാം. ഇതിനകത്ത് എന്താണ് ഈ ഒരു ടൈം പീരീഡിൽ ഒരു ജോലി കിട്ടുവാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഹാപ്പി ആയിരിക്കും. ഓക്കെ, പിന്നെ ജോലി കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൊസൈറ്റി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, ഇല്ലെങ്കിൽ എന്താണ് സൊസൈറ്റി ആസ്കിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിസ്. ഓക്കെ, എന്താണ് ഇത്രയും ഏജ് ആയിട്ട് കല്യാണമൊന്നും ആയില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയാം നമുക്ക് മിഡിൽ ഏജ് ആണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നു. 31 to 60 years ആണ്. ഓക്കെ, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരുന്നത് ഈ ഒരു മിഡിൽ ഏജിലാണ്. അതുപോലെ നമ്മൾ ടീനേജ് ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ എന്താണ് അസിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിൽ നമ്മൾ പോകുന്നു. പിന്നെ സൈക്കോളജിക്കൽ ചേഞ്ചസ്, അതായത് മിഡിൽ ഏജിൽ വരുന്ന സൈക്കോളജിക്കൽ ചേഞ്ചസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് മിഡിൽ ഏജ്, അതായത് 31 to 60 വരുന്നത്. ഓക്കെ, കാരണം ഇതിന് മുമ്പത്തെ ഏജിൽ നമുക്കറിയാം എന്താണ് ഏർലി അഡൽട്ട്ഹുഡിൽ നമുക്കൊരു ജോലിയാവുന്നു, ഫാമിലി എല്ലാം സെറ്റാവുന്നു. അതിനുശേഷം നമ്മൾ മിഡിൽ ഏജിലേക്ക് വരുമ്പം പിന്നെ എന്താണ് കുട്ടികളെ നോക്കുന്നു, അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നു. ഓക്കെ, പിന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് മിഡിൽ ഏജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പോയിന്റ്സ് വരും. ഓക്കെ, നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുക എന്തൊക്കെ വരും എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ല ഈ ഒരു ഏജിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ചിന്തിക്കുകയെങ്കിലും ചെയ്യും ഈ ഒരു ഏജിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലേറ്റർ മെച്യൂരിറ്റി, അതായത് 61 to death അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഹെൽത്ത് ഒക്കെ ഡിക്രീസ് ചെയ്യാൻ പോകുന്ന ടൈമാണ്. അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം ഈ ഒരു ടൈമിൽ. അത് നമുക്കൊരു ടാസ്ക്കാണത്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ടു റിട്ടയർമെൻറ്റ്, നമ്മുടെ റിട്ടയർമെൻറ്റ്
നടക്കുന്ന, അതായത് ജോലിയൊക്കെ ഏകദേശം നമ്മൾ നിർത്തുന്ന ഒരു ടൈം കൂടിയാണിത്. ഓക്കെ, റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയും. പിന്നെ മീറ്റിംഗ് സോഷ്യൽ ആൻഡ് സിവിൽ ഒബ്ലിഗേഷൻസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ ടാസ്ക്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, ഹെൽത്ത് കുറയുന്നു. പിന്നെ നമ്മൾ നമ്മുടെ റിട്ടയർമെൻറ്റിനോട് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ടൈമാണ് ലേറ്റർ മെച്യൂരിറ്റി. പിന്നെ നമ്മൾ ഡെത്തിലേക്ക് പോകുന്ന ഒരു ടൈം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേജസ് എന്ന് പറയുന്നത്. വിത്തിൻ ഈ സ്റ്റേജസ് എ ലിസ്റ്റ്. ഓക്കെ, നമ്മൾ ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓരോ സ്റ്റേജ് നമ്മൾ 6 സ്റ്റേജ് എടുത്തു. ഇതിൽ കുറേ ടാസ്കുകളുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇൻഡിവിജ്വൽസ് ഹാപ്പി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ടാസ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യണം. അത് നമ്മുടെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ജോലി എന്ന് പറയുന്നത് നമുക്കത് അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ. എങ്കിലാണ് നമുക്ക് ഫർദറായിട്ട് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടാസ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇന്ന ഏജിൽ ഇത് പ്രോപ്പറായിട്ട് ഈ ടാസ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. നമ്മളൊരു റീക്യാപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്ന് ഹാബിഗസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൽ ടാസ്ക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതിനകത്ത് വരുന്ന മെയിനായിട്ട് 6 ടാസ്കുകളുണ്ട്. അതിൽ ഫസ്റ്റ് 6 ടാസ്കല്ല, 6 സ്റ്റേജസ് ഉണ്ട്. ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, ഏർലി അഡൽട്ട്ഹുഡ്, മിഡിൽ ഏജ്, ലേറ്റർ മെച്യൂരിറ്റി. ഈ 6 സ്റ്റേജസിലും വരുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഏജിൽ വരുമ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.